ഹായ്, ഇസൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ആളുകളിലും അല്ലെങ്കിൽ പല റിലേഷൻഷിപ്പിലും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. അതായത് ഭയങ്കരമായിട്ടുള്ള പ്രണയം ആൾക്കുണ്ടായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണർ അടുത്ത്. അതുകൊണ്ട് തന്നെ കുറേ റെഡ് ഫ്ലാഗുകൾ കണ്ടു കഴിഞ്ഞാലും അത് ഇഗ്നോർ ചെയ്യും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയമാണ് ഉള്ളിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. അതായത് നമുക്ക് നമ്മുടെ പാർട്ട്ണറോട് ഇഷ്ടക്കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവരിൽ കാണുന്ന അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ കാണുന്ന പല റെഡ് ഫ്ലാഗുകളും നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ റെഡ് ഫ്ലാഗുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ നിലവിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി കാണുവാണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ മാത്രമല്ല, അത് മാറ്റാൻ ശ്രമിച്ചേ പറ്റുള്ളൂ. കാരണം നമുക്കറിയാലോ, റെഡ് ഫ്ലാഗുകൾ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാക്കാൻ കാരണമാകുന്നതാണ്. അതിന് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത് ഇല്ലാതാക്കാൻ, അതായത് ആ റെഡ് ഫ്ലാഗ് മാറ്റാൻ എന്നിട്ട് ഗ്രീൻ ഫ്ലാഗ് ആക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ എന്തൊക്കെയാണ് റെഡ് ഫ്ലാഗുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, വേർഡ്സ് എന്ന് പറയുന്നത് വളരെ സ്വീറ്റ് ആണ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്, പക്ഷെ അവരുടെ ആക്ഷൻസ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് അവർ പറയുന്ന കാര്യമല്ല പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് അവർ സംസാരിക്കുന്നുണ്ടായിരിക്കും. നീ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്, അടയാണ് ചക്കരയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് സ്നേഹത്തോട് സംസാരിക്കുന്നുണ്ടാവും. പക്ഷേ അത് ആക്ഷൻസിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് മാറ്റം ഉണ്ടായിരിക്കും. അതായത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും നേരിട്ട് കാണുമ്പോൾ നിങ്ങളുടെ അടുത്ത് ആ ഒരു ഇഷ്ടം അവർക്ക് ഉണ്ടാവില്ല. മെസ്സേജിലോ കോളിലോ മാത്രമായിരിക്കും അത് ഉണ്ടാവുക. നേരിട്ട് കാണുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്ന സമയത്ത് മാത്രം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് അവർ തരും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഭാവിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോമിസ് അവർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം, അതൊന്നും അവർ പാലിക്കാനുള്ള സാധ്യതയില്ല. ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ചെറുത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ അടുത്ത് മേ ബി അവർ പറയുന്നുണ്ടായിരിക്കും, നമുക്കിന്ന് വൈകിട്ട് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാന്ന് പറയണ്ടാവും. എന്നിട്ട് വൈകുന്നേരം നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ടിരിക്കും. പക്ഷെ ആ ഒരു ടൈമിൽ അവർ വന്നു കഴിയുമ്പോൾ അവർ പറയും, എവിടെ പോണ്, എന്തിനു പോണ്, ഈ രീതിയിൽ സംസാരിക്കുക, എനിക്ക് തീരെ വയ്യ, എനിക്കിന്ന് വയ്യ പോവാൻ എന്നുള്ള കാര്യമായിരിക്കും പറയണ്ടാവുക. ഇത് ഇപ്പോൾ ഡെയിലി മീറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ പുറത്ത് പോകുന്ന കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്തരത്തിൽ പറഞ്ഞ വാക്കുകൾ പാലിക്കാനുള്ള സാധ്യത കുറവാണ്. അത് ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് നമുക്ക് എടുക്കാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഓൾവേസ് അവർ ബിസിയാണ്. എപ്പോഴും അവർ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഭയങ്കര തിരക്കാണ്, എനിക്കൊന്ന് ഫോൺ എടുക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്ന് അവർ പറയണ്ടായിരിക്കും. പക്ഷേ എപ്പോഴും അവർ അത്യാവശ്യം ഫോൺ നോക്കുന്ന പേഴ്സൺ ആയിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. അതിനുള്ള സമയമൊക്കെ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ആളുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ ആള് പറയുന്ന എക്സ്ക്യൂസുകൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഭയങ്കര തിരക്ക്, എനിക്ക് ഭയങ്കര തിരക്കുണ്ട്, എനിക്ക് വർക്ക് പ്രഷർ ഒത്തിരി ഉണ്ട്, തലവേദനിച്ചിട്ട് വയ്യ, ഇങ്ങനെയൊക്കെ അവർ പറയണ്ടാവുക. അല്ലെങ്കിൽ എനിക്കിന്ന് പുറത്ത് പോകണം, അങ്ങനെ ഡെയിലി എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നിങ്ങളെ വിളിച്ച് സംസാരിക്കാൻ വലിയ രീതിയിലുള്ള താല്പര്യം അവർ കാണിക്കില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങളുമായിട്ട് മാരേജ് കഴിഞ്ഞുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ തന്നെ എങ്ങനെയാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അതായത് നിങ്ങൾ ഡെയിലി നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയമുണ്ട്, പക്ഷേ പറ്റില്ല. കാരണം ആള് നിങ്ങൾ സംസാരിക്കാൻ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ എന്തെങ്കിലും വർക്ക് എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാം, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ഇങ്ങനെ ചിലപ്പോൾ വീഡിയോസും മറ്റൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ അതിലിങ്ങനെ എൻഗേജഡ് ആയിട്ട് ഇരിക്കുക എന്നല്ലാതെ നിങ്ങൾ പറയുന്ന കാര്യം കേട്ടോണ്ടിരിക്കാൻ ആൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം ആളുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, കോൺസ്റ്റന്റ് കൺഫ്യൂഷൻ ആണ്. എപ്പോഴും നിങ്ങൾക്ക് സംശയമായിരിക്കും, എന്താണ് സത്യത്തിൽ ഈ റിലേഷൻഷിപ്പ് ആക്ച്വലി ഇത് എങ്ങനെയാണ്, ഒരു ലവ് റിലേഷൻഷിപ്പ് തന്നെയാണ്. ഇപ്പം മാരേജ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടാവുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് കഴിഞ്ഞ ആളുകൾക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കുമോ, അതായത് ഞങ്ങൾ എന്താ ഇങ്ങനെ, ബാക്കിയുള്ളവരെ ഞാൻ കാണുന്നവരെന്ന് ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ടോ, ആൾക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണോ, ഈ ഒരു കൺഫ്യൂഷൻ എപ്പോഴും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ആൾക്ക് ശരിക്കും നിങ്ങൾ ഇഷ്ടമാണോ എന്നുള്ള ആ ഒരു കാര്യം, ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ എപ്പോഴും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്, അവരുടെ പെരുമാറ്റം അങ്ങനെ ആയതുകൊണ്ടാണ്. അവർക്ക് നിങ്ങളെ ഇഷ്ടമുള്ളതുപോലെ ബിഹേവ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ വരുന്നു എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അതും ഒരു റെഡ് ഫ്ലാഗ് തന്നെയാണ്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ബ്ലെയിം ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലംസും നിങ്ങളുടെ തലയിൽ കൊണ്ടുവന്നിടും, നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുക എന്നുള്ളത്. ഇത് കുറേ പേരിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, പക്ഷെ കുറേ പേരിൽ ഇങ്ങനെ കാണാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു പ്രശ്നമാണെങ്കിൽ തന്നെ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നിങ്ങളുടെ തലയിലിടും. നീ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ആയത്, നീ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയും. അതായത് അവരുടെ തെറ്റാണെങ്കിൽ പോലും നിങ്ങളുടെ തെറ്റാണെന്നുള്ള രീതിയിലേക്ക് ആക്കി തീർക്കാൻ ഭയങ്കര മിടുക്കം അവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്.
അങ്ങനെ എന്തൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും ഉത്തരവാദിത്വം അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ നിങ്ങളിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് സ്വാർത്ഥതയുള്ള ആളാണ് അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ കാര്യം അവർ നോക്കുന്നില്ല, അതിനുള്ള താല്പര്യം അവർക്കില്ല എന്നുള്ളതാണ്. സോ അവരുടെ നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പേഴ്സൺ കൂടി ആയിരിക്കാം. ഓഫ് കോഴ്സ് അതൊരു റെഡ് ഫ്ലാഗ് തന്നെയാണ്. അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഒരു കെയർ എന്നുള്ള പേരിൽ, അതായത് ഇത് കെയറിങ് ആണ് എന്നുള്ള പേരിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യും. അതിപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിങ്ങിനായിരിക്കാം, നിങ്ങൾ പുറത്ത് പോകുന്നതിനായിരിക്കാം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും മീറ്റ് ചെയ്യുന്നതിനായിരിക്കാം. ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഒരു കൺട്രോൾ അവർ കൊണ്ടുവരും. അവർ പറയുന്നത് റീസൺ ആണ്, ഇത് കെയറിങ് ആണ്, എനിക്ക് സ്നേഹം കൊണ്ടല്ലേ, നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കെയർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അല്ല, ശുദ്ധ അസംബന്ധമാണ്, അല്ലെങ്കിൽ നുണയാണ് അവർ പറയുന്നത്. അങ്ങനെയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നിങ്ങളെ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇന്ന ആളുടെ ക്യാരക്ടർ കുറച്ച് മോശമാണ്, അല്ലെങ്കിൽ ഇന്ന ആൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, അതുകൊണ്ട് നീ നോക്കിയും കണ്ടും പെരുമാറിക്കോ എന്നുള്ളത് പറയും. ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ മേ ബി ബാക്കിയുള്ളവർ ഇങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, പക്ഷെ നിന്റെ ഇഷ്ടമാണ്, നീ വേണമെങ്കിൽ ഇട്ടോ, എന്നാലും ചിലപ്പോൾ ബാക്കിയുള്ളവർ ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ പറഞ്ഞു തരാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പറഞ്ഞു തരാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഒപ്പീനിയൻ പറയാം ഇതിങ്ങനെയാണ് എന്നുള്ളത്. അതല്ലാതെ നീ ഇത് ഇടരുത്, ഇത് ഇട്ടിട്ട് നീ ഇതിൻ്റെ അപ്പുറം കിടക്കരുത്, നീ അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോരുത്, ഇതൊക്കെ കൺട്രോളിങ് തന്നെയാണ്, അത് സ്നേഹത്തിന്റെ ഭാഗമായിട്ടൊന്നല്ല. അതുകൊണ്ട് ആദ്യമൊക്കെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ചേട്ടന് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കെയറിങ് ആണ് എന്നുള്ളതൊക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിക്കാണെങ്കിലും ഇഷ്ടം കൊണ്ടാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും, പക്ഷെ അങ്ങനെ ആവാൻ സാധ്യതയില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ തിരിച്ചറിയുക ഇത് റെഡ് ഫ്ലാഗ് ആണ് എന്നുള്ളത്. ഇനി ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവർക്ക് റെസ്പെക്ട് ഭയങ്കര കുറവായിരിക്കും നിങ്ങളുടെ അടുത്ത് സാധാരണ. അതായത് നിങ്ങൾ രണ്ടുപേരുള്ള സമയത്തൊക്കെ നിങ്ങൾ തീരെ റെസ്പെക്ട് ചെയ്യില്ല, സ്നേഹത്തോടെ പെരുമാറില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ പബ്ലിക്കിൽ ആൾ ഭയങ്കര സ്വീറ്റ് ആയിരിക്കും നിങ്ങളുടെ അടുത്ത്, ഭയങ്കര സ്നേഹമായിരിക്കും. അതായത് ചുറ്റുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഓ എന്തൊരു നല്ല മനുഷ്യൻ, അതായത് ഈ പെൺകുട്ടിയുടെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഇവന്റെ ഭാഗ്യമാണ് ഈ ഒരു പെൺകുട്ടി, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരിക്കും വിചാരിക്കേണ്ടാവുക. അങ്ങനെയാണ് അവർ പെരുമാറുക. പബ്ലിക്കായിട്ട് നാലാൾ കൂടുന്നിടത്ത് ഭയങ്കര നല്ല വ്യക്തിയായിട്ട് അവർ കാണിക്കും, പക്ഷേ നിങ്ങൾ മാത്രമായിട്ടുള്ള സമയത്ത് അവർ ഭയങ്കര ഹാർഷായിട്ട് പെരുമാറും. ഭയങ്കര ചിലപ്പോൾ നിങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പെരുമാറുക, ഷൗട്ട് ചെയ്യുക, തീരെ റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലായിരിക്കും നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ പെരുമാറുക. അതായത് ഇവരുടെ ആ ഒരു സ്വഭാവത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റം വരും. അവർക്ക് നല്ലൊരു മുഖച്ചായി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷേ യഥാർത്ഥത്തിൽ അവർ അങ്ങനെ ആവില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രം നിങ്ങളോട് സ്നേഹം കാണിക്കുന്നു, യഥാർത്ഥമായി നിങ്ങളോട് ഇഷ്ടമല്ല എന്നുള്ളതാണ്. സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇതേ രീതിയിൽ തന്നെ പോകേണ്ടി വരും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് മറ്റൊരു റെഡ് ഫ്ലാഗ് ആണ് എന്നുള്ളതാണ്. ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ അൺഅവൈലബിലിറ്റി ആണ്. അതായത് ഇമോഷണലി ആൾ വലിയ രീതിയിൽ നിങ്ങളുമായിട്ട് ക്ലോസ് ആവില്ല, കുറേ കാര്യങ്ങൾ ചിലപ്പോൾ പറയുണ്ടാവില്ല, അതേപോലെ തന്നെ ഡീപ്പ് കോൺവെർസേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല. അതായത് ഇപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം പോലും തുറന്നു പറയാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. നന്നായിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഒരു റിലേഷൻഷിപ്പിലുള്ള ആളുകൾ തമ്മിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ അതിൽ 10ൽ 1 എന്നൊക്കെ നമുക്ക് പറയാം. ആ രീതിയിലാണ് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും അടുപ്പമായാലും ഒക്കെ അറ്റാച്ച്മെൻ്റ് ഒക്കെ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. ഒരു മാനസികാടുപ്പ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഫീൽ ചെയ്യില്ല, അടുത്തടുത്താണെങ്കിൽ പോലും ഫീൽ ചെയ്യില്ല. കാരണം നിങ്ങൾ തമ്മിൽ ഒന്നും തുറന്ന് സംസാരിക്കാറില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തുറന്ന് കാര്യങ്ങൾ പറയണമെന്നുണ്ടാകും, പക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളൊരു പേടി കാരണം നിങ്ങൾക്കതിന് പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഇമോഷണലി ആളെപ്പോഴും അൺഅവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു റെഡ് ഫ്ലാഗ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ സത്യം പറഞ്ഞാൽ റെഡ് ഫ്ലാഗുകൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇതിലെല്ലാം ഒന്നുമില്ല, ഒരു 4-5 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 3-4 ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. 3-4 തുടക്കത്തിൽ കാണുള്ളൂ, പിന്നെ അങ്ങോട്ടത്തെ മുഴുവനായിട്ട് ഇങ്ങോട്ട് കണ്ടോളും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഓക്കെ ആവും. അതല്ലാതെ കുഴപ്പമില്ല ഇതിപ്പോൾ ഓക്കെ ആവും ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് അങ്ങോട്ട് കൂടി വരികയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ റെഡ് ഫ്ലാഗുകൾ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റാൻ ശ്രമിക്കുക. അതിന് നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല, എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല, സോ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ കറക്റ്റായിട്ട് ഒന്ന് ഗൈഡ് ചെയ്യാനൊരു പേഴ്സൺ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ, അങ്ങനെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്